ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന യേശുവേ, ആരാധന. ആയിരം ആരാധന 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 ആയിരം ആരാധന. വചനമേ ആരാധന 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 വചനമേ ആരാധന. അപ്പമേ ആരാധന 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 അപ്പമേ ആരാധന. ഇരുകരങ്ങളും തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, നന്ദി പറയുന്ന ദൈവമേ, യേശുവേ നന്ദി കർത്താവേ, നന്ദി യേശുവേ, മഹത്വം 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 കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവേ കരുണ കാണിക്കണമേ, ജീവിതത്തോട് നിയോഗങ്ങളോട് പ്രാർത്ഥനകളോട് കരുണ കാണിക്കണമേ, യേശുവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ, മഹത്വം 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 മഹത്വം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് സ്വയേ ഈ നിമിഷം എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ ഹൃദയവും നിനക്ക് വേണ്ടി ദാഹിക്കണം. നീയില്ലാത്ത ജീവിതം ലക്ഷ്യത്തിലെത്താനാവില്ലെന്ന് ഞാൻ തിരിച്ചറിയണം. ലോകം ഒരുപാട് പദ്ധതികൾ മെനഞ്ഞു. 2020 ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചും ആസൂത്രണം ചെയ്തും എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷ കൊടുത്തുമൊക്കെ ആയിരുന്നു. പക്ഷെ തിരിച്ചറിയുന്നു, നീ തിരുമനസ്സായാലേ എല്ലാം ശരിയാകും. ഞങ്ങളിതാ ഈ അനുഗ്രഹീതമായ ആരാധനാ നിമിഷത്തിൽ നിന്നെ കണ്ണുകൊണ്ട് കാണാൻ, നിന്റെ സ്വരം ഞങ്ങളുടെ കാതിലൊന്നു കേൾക്കാൻ, എൻ്റെ ചൈതന്യത്തെ നെഞ്ചിലെ താളമായി, ഹൃദയത്തിലെ രാഗമായി ഏറ്റെടുക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ചലിക്കുന്ന സക്രാരികളായി മാറാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഹൃദയവും മനസ്സും ചിന്തയും ആഗ്രഹങ്ങളും മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ, ആത്മനാ ഞങ്ങൾ അങ്ങയെ സ്വീകരിച്ച് സാന്നിധ്യത്തെ അറിഞ്ഞനുഭവിച്ച് ഞങ്ങളെ ഓൺലൈനിലൂടെ അങ്ങയെ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ താളം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. ഇസ്രായേലിന്റെ മരുഭൂമിയുടെ യാത്രയ്ക്കായി പുറപ്പാട് 3 മോശയെ ഒരുക്കിയതുപോലെ
ഞങ്ങളെയും ഈ വർഷത്തിൽ ആവശ്യമായ കൃപാവരങ്ങൾ കൊണ്ട് ഒരുക്കണേ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസിനെ രൂപാന്തരപ്പെടുത്തി പുതുസൃഷ്ടിയാക്കി സഭയുടെ തീക്ഷ്ണമതിയാക്കിയതുപോലെ ഞങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവചനം നമ്മുടെ മനസ്സിൽ നമുക്കിന്ന് ധ്യാന ചിന്തയായി ചേർത്ത് വയ്ക്കാം. മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ മുമ്പന്മാരുമാകും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വലുപ്പവും ചെറുപ്പവും തീരുമാനിക്കുന്നത് ഉടയതമ്പുരാനാണ് എന്ന് ഈ 2021 മനസ്സിലൊന്ന് കുറിച്ചേക്കണം. 2 ഗ്രാം പോലും തൂക്കം വരാതെ ലോകത്തിലെ ഏതാണ്ട് കോടിക്കണക്കിന് ആളുകളെ ഭയപ്പെടുത്തുകയും 8 ലക്ഷത്തോളം ആളുകളെ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുകയും ചെയ്ത കോവിഡ് തലങ്ങും വിലങ്ങും പ്രപഞ്ചതാളത്തെ വല്ലാണ്ട് അസ്വസ്ഥമാക്കിയിട്ടും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു സത്യമാണ് സകലത്തിൻ്റെയും ഉടയവൻ തമ്പുരാനാണെന്നും പ്രപഞ്ചത്തിൻ്റെ താളക്രമങ്ങൾ അവിടുത്തെ കൈകളിൽ സുരക്ഷിതമാണെന്നും തിരിച്ചറിയാതെ നമ്മളിങ്ങനെ വലുതാകാൻ വേണ്ടിയിട്ട്, ഒന്നാമതെത്താൻ വേണ്ടിയിട്ട്, വെട്ടിപ്പിടിക്കാനും ആർജിച്ചെടുക്കാനും ആർത്തിയോട് കൂടിയിട്ട് നടക്കുമ്പം തമ്പുരാൻ ഇന്നീ വർഷത്തിൻ്റെ ഈ ആദ്യമാസം തന്നെ നമ്മളോട് പറയാണ്, മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ മുമ്പന്മാരും ആകും. ക്രിസ്തുവിനോട് ചേർന്ന് നിലപാടുകൾ എടുക്കുന്നവരുടെ ജീവിതത്തെ ഏറ്റെടുത്ത് വഴി നടത്തി അവർക്ക് വേണ്ടി പുതിയ വഴി തുറക്കുന്ന ഒരു തമ്പുരാൻ്റെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണതെങ്കിൽ ഒരു കാര്യം ഓർത്തോ, നമ്മുടെ തമ്പുരാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് വിട്ടുപിരിയാതെ നമുക്ക് വേണ്ടി നന്മയുടെ വഴിത്താരകളെ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ കേട്ട് പരിചിതമായ ഒരു പഴയ അനുഭവക്കുറിപ്പുണ്ടല്ലോ. ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ ഓട്ട മത്സരത്തിൽ 6-7 പേര് ഒരുമിച്ചോടുമ്പോൾ ഒരാൾ കാല് തട്ടി വീഴുന്നു, അവൻ വാവിട്ട് കരയണു. കൂടെയുള്ളവരൊന്നും ഓടി വിജയം നേടാൻ ശ്രമിക്കാതെ കൂട്ടുകാരനെയും താങ്ങിപ്പിടിച്ച് ഓട്ടക്കളത്തിൽ എല്ലാവരും കൂടെ ഫിനിഷിംഗ് പോയിന്റിൽ ഒരുമിച്ചെത്തി. ആര് വിജയി, ആര് പരാജയപ്പെട്ടവൻ എന്ന് പറയാൻ കഴിയാത്ത വിധം ആ കണ്ടു നിൽക്കുന്നവരെ മുഴുവനും അത്ഭുത സ്തബ്ധരാക്കുന്ന അനുഭവങ്ങൾ. നമ്മുടെ തമ്പുരാൻ ജീവിതത്തിൽ ഇങ്ങനെ ചില അത്ഭുതത്തിൻ്റെ വഴികളും അനുഗ്രഹത്തിൻ്റെ പുതുസാധ്യതകളുമൊക്കെ തുറക്കും. അതിനുവേണ്ടി ഓരോരുത്തരും ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയ വ്യത്യസ്തങ്ങളായ ദൈവിക വഴികളെ വെളിവാക്കി തരണേ എന്ന് ഈ വർഷത്തിൻ്റെ ആരംഭത്തിലെ പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ വളഞ്ഞ വഴികൾക്കിടയിലൂടെ ഒരു നേർരേഖ വരയ്ക്കാനായിട്ട് അസാമാന്യമായ കഴിവുള്ളവനാണ് നമ്മുടെ തമ്പുരാൻ. സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ ഒരു അനുഗ്രഹത്തിൻ്റെ കെമിസ്ട്രി ഉണ്ടെന്നാണ് പറയണേ. ആ കെമിസ്ട്രിയെക്കുറിച്ച് പറയണത് ഒരു കണ്ണാടിയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാലോ. അത് പ്രതിഫലിപ്പിക്കും. എന്ത് കാണിക്കുന്നുവും അത് നേരെ വിപരീതമായ രീതിയിൽ പ്രതിഫലിപ്പിക്കും. വലത്തെ കൈ പൊക്കി കാണിച്ചാൽ ഇടത്തെ കൈ പൊക്കിയതുപോലെ തോന്നും. കണ്ണാടി താഴേക്ക് വെച്ചിട്ട് നമ്മൾ ഈ കണ്ണാടിയുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു സാധനം മേപ്പോട്ടിട്ടാൽ അത് താഴോട്ട് വരുന്നത് പോലെ കാണാനായിട്ട് കഴിയും. പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല ഞാൻ പറയണേ. എങ്കിലും ഇതുപോലെയാ സ്വർഗവും ഭൂമിയുമായുള്ള ബന്ധം. സ്വർഗത്തിലേക്ക് നീ എന്താണോ കരയേറ്റുന്നത്, അതോ നീ സ്വർഗത്തിലേക്ക് അനുഗ്രഹത്തോടു കൂടെ ഉയർത്തുന്നതിന് ആനുപാതികമായി സ്വർഗം അതിന് അതേ സ്പീഡിൽ താഴോട്ട് തരും. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ ഈ കണ്ണാടിയുടെ മുമ്പിൽ മേപ്പോട്ട് എന്തെങ്കിലും ഇടുന്ന ഒരു സമാനതയോട് സാദൃശ്യപ്പെടുത്തിയാൽ ഓരോ വ്യക്തിയും തിരിച്ചറിയണം, നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്, സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 3-ാം അധ്യായം 6-ാം അധ്യായം 38-ാമത്തെ തിരുവചനം പറയും, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, നിറച്ച് അളന്ന് കുലുക്കി തരും, നിങ്ങൾ അളക്കുന്ന അതേ അളവിൽ നിങ്ങൾ കളന്ന് കിട്ടും, കൂടുതലും കിട്ടും.
കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും തിരിച്ചറിയണം, നീ വലുതാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, നിന്റെ വലുപ്പം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മീയതയുടെ പേരാണ് കൊടുക്കൽ. പോഷനായ ധനികൻ്റെ കഥ അറിയാം. സമൃദ്ധമായ വിളവുണ്ടായപ്പം അവൻ കൊടുക്കുകയല്ല ചെയ്തേ, അറപ്പുരകളെ പൊളിച്ച് വലുതാക്കുകയാണ് ചെയ്തത്. അവൻ്റെ മനസ്സ്, അവൻ്റെ ജീവിതം, അവൻ്റെ പങ്കുവെക്കാനുള്ള മനോഭാവം അത് ചെറുതായി. അവിടെ അവൻ ചങ്കുപൊട്ടി മരിക്കും. കൊടുക്കും തോറും ഒരു വ്യക്തിയുടെ ജീവിതത്തിന്, മനസ്സിന്, ആത്മാവിന് ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഉണർവുണ്ടല്ലോ, അതൊരു ഉണർത്തിൻ്റെ സുവിശേഷമാണ്, അതൊരു പങ്കുവെക്കലിൻ്റെ അഭിഷേകമാണ്. അതിലേക്ക് നമ്മൾ ഈ 2021 വളർന്നാൽ നിറച്ചളന്ന് കുലുക്കിത്തരുന്നവൻ നമ്മുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കാനായിട്ട് തുടങ്ങും. ഇന്ന് പല ആളുകളും പ്രത്യേകിച്ചും ഈ ഒരു മഹാദുരന്തത്തിൻ്റെ ഒരു തുടർച്ചയുടെ കാലഘട്ടത്തിൽ, കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും എന്ന് പറയാൻ തക്ക വിധം പ്രപഞ്ചത്തിൻ്റെ താളക്രമങ്ങളെ വല്ലാണ്ട് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പം നമ്മൾ ഈ അത്ഭുതകരമായ മാറ്റത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ പഴയതായി പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മിക്കണം, മനുഷ്യൻ പിടിച്ചു വെച്ചതൊന്നും അവൻ്റെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടില്ല. പ്രളയകാലത്തൊക്കെ അത്ഭുതകരമായിട്ടിങ്ങനെ കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ചവരെ നമ്മൾ കണ്ടിട്ടില്ലേ? കട തുറന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ എന്ന് പറഞ്ഞ ആളുകളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടും കേട്ടിട്ടുമില്ലേ? എന്നാൽ 2021 പ്രവേശിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മുടെ ജീവിതം ഇങ്ങനെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളെ പ്രതിഫലിപ്പിക്കാൻ, ദൈവിക നന്മകളെ, ദൈവിക അനുഗ്രഹങ്ങളെ, സ്വർഗം തരുന്ന അനുഭവങ്ങളെ പകരുന്ന ജീവിതങ്ങളായും മറ്റുള്ളവരിലേക്ക് പകർത്തുന്ന ജീവിതങ്ങളായും മാറിയില്ലെങ്കിൽ നമ്മൾ അപകടപ്പെടും. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് 27 മുതൽ തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തും ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും. ദൈവം തമ്പുരാൻ, ഈശോ തമ്പുരാൻ വിജയിച്ചതിൻ്റെ പുറകിലെ കാരണം മനുഷ്യരൊക്കെ വലിയ കഴിവുള്ളവരെ, ബുദ്ധിയുള്ളവരെ, സമ്പത്തുള്ളവരെ, സൗന്ദര്യമുള്ളവരെ ആദ്യ പന്തിയിൽ ഇരുത്തുമ്പം തമ്പുരാൻ കർത്താവ് പറയും, അവരൊക്കെ ഇരിക്കേണ്ടത് അവസാനത്തെ പന്തിയിലാണ്. ഈ അവസാനത്തെ പന്തിയിൽ ഉപേക്ഷിക്കപ്പെട്ടവരും തെരുവോരത്തും വഴിയോരങ്ങളിലുമൊക്കെ നിന്ദിച്ചും അവഹേളിച്ചും മാറ്റി നിർത്തപ്പെട്ടവരുമൊക്കെ ആദ്യ പന്തിയിൽ ഇരിക്കേണ്ട അർഹതയുടെ കണക്കിൽ ആദ്യമുള്ളവരാണെന്ന് ഈശോ പഠിപ്പിച്ചു. തികച്ചും വ്യത്യാസപ്പെട്ട ലൗകികതയിൽ നിന്നും വ്യതിരക്തമായ ക്രിസ്തു ദർശനമാണിത്. ഇതിനു മാത്രമേ ലോകത്തെ കീഴടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ കഴിവില്ലാത്തവനെ, ശക്തന്മാരെ ലജ്ജിപ്പിക്കാൻ വേണ്ടി ശക്തി കുറഞ്ഞവനെ. ദാവീദാണ് ഗോലിയാത്ത് എന്ന മല്ലനെ തോൽപ്പിച്ചത്. 5000 പുരുഷന്മാരുണ്ടായിരിക്കുന്ന വിരുന്നിൽ, അതിലേറെ സ്ത്രീകളുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ചേർന്നിരിക്കുന്ന ഒരു ആഘോഷത്തിൽ തമ്പുരാൻ കർത്താവ് 5 അപ്പവും 2 മീനുമുള്ള ബാലൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വാഴ്ത്തി മുറിച്ച് അത്ഭുതകരമായി കൊടുത്തിട്ട് ധൈര്യപൂർവ്വം അത് അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു മഹാത്ഭുതത്തിൻ്റെ അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തി. കാനായിലെ കല്യാണ വിരുന്നിലെ കൽഭരണികളൊക്കെ വെറും ഉപയുക്തമല്ല എന്ന് കരുതേണ്ട, അല്ലെങ്കിൽ ഹീനപ്രവർത്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഒന്നിനെ അത്ഭുതകരമായിട്ട് തിരുവചനത്തിൽ എന്നും വാഴ്ത്തായി മാറുന്ന വീഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക് തമ്പുരാൻ മാറ്റി, വെള്ളം വീഞ്ഞാക്കി കാനായിൽ മാറ്റിക്കൊണ്ട്. അപ്പം തമ്പുരാൻ്റെ വഴികൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും വ്യത്യാസപ്പെട്ടത്. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ തമ്പുരാന് നമ്മളോട് പറയാനുള്ളത്, നീ ഒരു പുതിയ വഴിത്താരയെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിലൂടെ യാത്ര ചെയ്യ്, അതിലൂടെ സഞ്ചരിക്കാനായിട്ട് തീരുമാനമെടുക്ക്. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും പറയാണ്, 1 കൊറിന്തോസ് 1:29 ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെയുള്ള ചില വഴികളൊക്കെ എടുക്കുന്നത്. ഞാൻ ഈ കോവിഡിനോട് ബന്ധപ്പെടുത്തിയൊക്കെ ചിന്തിച്ചപ്പം എനിക്ക് തോന്നിയത്, ദൈവം ഒരുപക്ഷെ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും എന്നൊക്കെയുള്ള തിരിവുകൾ, മനുഷ്യനുണ്ടാക്കിയ തിരിവുകളെയൊക്കെ ഒന്നില്ലാണ്ടാക്കി. എന്തുമാത്രം ഭയത്തോടു കൂടിയാണ് അതിസമ്പന്നന്മാരെന്ന് പറയുന്ന വൈദേശിക രാജ്യത്തെ വലിയ സമ്പന്ന രാജ്യങ്ങളൊക്കെ, അവിടെയുള്ള ആളുകളൊക്കെ കഴിയണത്. കോവിഡ് ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരുടെ ജീവിതത്തെയും ആഗ്രഹങ്ങളെയും സമ്പാദ്യങ്ങളെയും ഒക്കെ തകിടം മറിക്കുമ്പം ഭയത്തോടുകൂടെ ജീവിക്കേണ്ട ഇടങ്ങളായി അങ്ങനെയുള്ള ദേശങ്ങളൊക്കെ മാറുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി വളരെ കൃത്യവും ഏറെ വ്യക്തവുമാണ്. അത് മറ്റൊന്നുമല്ല, ആരും ദൈവസന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും കൊരിന്തോസ് ലേഖനം 1:31 പറയും, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ.
ഇത് 2021 മന്ത്രമായിട്ട് മാറണം. എൻ്റെ അഭിമാനം കർത്താവിലാണെന്ന് പറയാൻ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും എന്ന് പറയാൻ, ദൈവത്തോട് കൂടെയുള്ളവൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുന്നൊരു ദൈവമുണ്ട് എന്ന് കൃത്യമായിട്ടും എൻ്റെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 14:14 നിങ്ങൾ ശാന്തരായിരുന്നു കൊള്ളുക, അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നു കൊള്ളുക. ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ കൃപയോടുകൂടെ ചെയ്യാനായിട്ട്. കൂടാരങ്ങളൊക്കെ, ആത്മീയ കൂടാരങ്ങളൊക്കെ അടയപ്പെട്ടപ്പെടും, ദേവാലയങ്ങളൊക്കെ നിയന്ത്രിതമാക്കപ്പെട്ടപ്പെടും. തമ്പുരാൻ ചില പദ്ധതികൾ ഒരുക്കി ഓൺലൈനിലൂടെ, അത്ഭുതകരമായി ചരിത്രം ഇന്നോളം കാണാത്ത വിധം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ. ഇപ്പോൾ തന്നെ നിങ്ങളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം ഇങ്ങനെ വിശുദ്ധ കുർബാനയും ആരാധനകളും പ്രാർത്ഥനകളും ആത്മീയ സന്ദേശങ്ങളും ഉണർത്തിനാവശ്യമുള്ള മുഴുവൻ സാധ്യതകളും നിന്റെ വിരൽത്തുമ്പിൽ വിരിയുന്ന അത്ഭുതമായി നിന്റെ വീടിനകത്ത് കൊണ്ടുവന്നപ്പോഴും നീ എന്തേ മകനെ മകളെ, ദൈവം ഈ കാലഘട്ടത്തിനു ചേർന്ന വിധം ഈ പുതുവഴികൾ തുറന്നതിനെ മനസ്സിലാക്കാതെ, അതിനെ വേണ്ടത്ര ഗൗരവത്തിലെടുക്കാതെ നീ നിന്റെ പഴയ ജീവിതത്തിൻ്റെ തിരക്കുകളിലൂടെ നടന്നു നീങ്ങിയത് തിരുത്താൻ തമ്പുരാൻ ഓർമ്മപ്പെടുത്തുക. ദൈവം നമ്മളെ സ്വന്തമായിട്ട് കണ്ടു, സ്വന്തമായിട്ട് കരുതി, ഉള്ളം കൈയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു, മകനെന്ന് വിളിച്ചു, മാറോട് ചേർത്തു. എന്നും പറയുന്നുണ്ട്, നിന്നെ തള്ളിക്കളയാത്ത, നിന്നെ വിട്ടോടിപ്പോകാത്ത, നീ ഉപേക്ഷിക്കുമ്പോഴും, നീ എതിരായി നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും, നീ ഹിതകരമല്ലാത്ത വഴിയിലൂടെ എന്നെ ഉപേക്ഷിച്ചോടിപ്പോകുമ്പോഴും, എമ്മാവൂസിൻ്റെ അനുഭവത്തിൽ പോയതുപോലെ പോകുമ്പോഴും വിടാതെ പിന്തുടരുന്ന, എവിടെ പോയാലും കൂടെയായിരിക്കുന്ന ആ സാന്നിധ്യത്തെ ഈ 2021 നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും നമുക്ക് സ്വീകരിക്കാം. ചേർന്ന് നടക്കാൻ തമ്പുരാൻ്റെ കൂടെ. വിടില്ല തമ്പുരാനെ തന്നെ ഞാൻ വിടില്ല. അങ്ങനെ സ്നേഹത്തോടെ ഈ യാത്ര, ഈ ആത്മീയ യാത്ര നമുക്ക് തുടരാം. നമുക്കെല്ലാവർക്കും തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ഈശോയെ, കണ്ണാടിയുടെ ജോലി ഞങ്ങൾക്കറിയാം. കണ്ണാടിയുടെ ജോലി പ്രതിഫലിപ്പിക്കുക. ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെ സ്വർഗത്തിൻ്റെ കണ്ണാടിയിൽ പ്രതിഫലിച്ചാൽ അത് ഭൂമിയിലേക്ക് പെയ്ത അനുഗ്രഹമായിട്ടിറങ്ങും. അതാ ഈശോ കൃത്യമായിട്ട് പറഞ്ഞേ. മത്തായി സുവിശേഷം 6:19 മുതൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കണം. തുരുമ്പം കീടങ്ങളോ നശിപ്പിക്കില്ല, കള്ളന്മാർ മോഷ്ടിക്കില്ല. ഭൂമിയിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കരുത്, അവ നശിച്ചു. എന്തെങ്കിലും ഉണ്ടോ സ്വർഗത്തിൽ? മുമ്പനാകാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ പിന്നിലാക്കപ്പെട്ട ദുരനുഭവങ്ങളാണോ ജീവിതത്തിൽ? തിരുത്താൻ തീരുമാനമെടുത്തേ. മാണിക്യക്കല്ലായി എന്നെ കരുതുന്നൊരു ദൈവം, എൻ്റെ ജീവിതത്തിന് വിലയിട്ടൊരു ദൈവം, എൻ്റെ അധ്വാനങ്ങളെയും എൻ്റെ സ്വപ്നങ്ങളെയും പൂവണിയിക്കാൻ അസാമാന്യമായ നിക്ഷേപങ്ങളുടെ നിറകുംഭമായൊരു ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണേ. മനുഷ്യർക്കൊക്കെ നമ്മുടെ വാക്ക് മനസ്സിലാവില്ല, നമ്മുടെ സങ്കടം മനസ്സിലാവില്ല. ആരോടും പറയാത്ത ഹൃദയത്തിൻ്റെ എല്ലാ വ്യഥകളും ഈ തമ്പുരാനോട് പറയുമ്പം തമ്പുരാൻ പറയാണ്, മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തവൻ. സ്നേഹത്തോടെ ആ വരികൾ തളാത്മകമായി നമ്മൾ പാടുമ്പം സാധിക്കുന്നവരൊക്കെ കരങ്ങളടിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ഈ അഭിഷേകത്തിൻ്റെ ഇരടികളോട് ചേർന്ന്, ഈശോയെ കാക്കണേ, പരിപാലിക്കണേ, വഴി നടത്തണേ, എന്നും കൂടെ ആയിരിക്കണം. സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ മാണിക്കക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മാണിക്കക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. പാരിടത്തിൽ പാപി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. പാരിടത്തിൽ പാപി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. എല്ലാവരും ചേർന്ന് മാണിക്കക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മാണിക്കക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. എന്നെ മോചിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നവൻ, എൻ്റെ കൂടെയായിരിക്കുന്നവൻ, എൻ്റെ വഴികളിൽ താങ്ങും തണലുമാകുന്നവൻ,
എൻ്റെ മരുഭൂമിയുടെ അനുഭവങ്ങൾ ഇസ്രായേലിനേകിയതുപോലെ മന്നാവൊഴിക്കുന്നവനും കാടപ്പക്ഷിയെ നൽകുന്നവനും കരുതലോടെ കരം കർമേഘത്തിൻ്റെ രൂപത്തിലും രാത്രിയിൽ അഗ്നിസ്തംഭമായും എൻ്റെ വഴിയാത്രയ്ക്ക് അനുഗ്രഹത്തിൻ്റെ സാധ്യതകൾ ഒരുക്കുന്ന തമ്പുരാനോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കും. മാനവനായി മോചകനായി മാനവക്ലേശം നീക്കാൻ എല്ലാവരും ചേർന്ന് മാനവനായി മോചകനായി മാനവക്ലേശം നീക്കാൻ നിണനീരുകൾ ചിന്തി തിരുജീവൻ നേകി സുരലോകം ഉൽകാ വരദാനം നൽകി സുരലോകം ഉൽകാ വരദാനം നൽകി. എല്ലാവരും ചേർന്ന് മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. എല്ലാവരും ചേർന്ന് പാടിക്കുകയും ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വലിയ സ്നേഹത്തോടു കൂടെ ഈശോയെ അവിടുത്തെ ആസ്വാദത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കുന്നു, ഞങ്ങളുടെ സ്വപ്നങ്ങളെ ചേർത്ത് വെക്കുന്നു. അവിടുന്ന് വഴിയും സത്യവും ജീവനുമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. വലിയ അനുഗ്രഹം ഒഴുകട്ടെ, വലിയ കൃപ ഒഴുകട്ടെ. ഈശോയുടെ ആസ്വാദത്തിന് വേണ്ടി ഹൃദയപൂർവ്വം ഒരുങ്ങുമ്പം അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയോടെ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന 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 ആരാധന